അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ഭിന്നിച്ചു പോകാതെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന് ഖുർആനിലൂടെ അള്ളാഹു ഉപദേശിക്കുന്ന ഒരു വാക്യം കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തെല്ലായിടത്തും അള്ളാഹുവിൻ്റെ പാശം എത്ര കഷ്ണങ്ങളായി ഭിന്നിച്ചു പോയി എന്നതും നമ്മുടെ കേരളത്തിലടക്കം എത്ര കഷ്ണങ്ങളായിട്ടാണ് ഭിന്നിച്ച് പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഞാൻ ആ ക്ലാസ്സിൽ സൂചിപ്പിക്കേണ്ടായി. അതിൻ്റെ കൂടെ കേരളത്തിലെ ഇന്നത്തെ ഒരവസ്ഥ എന്താണ് എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു. കേരളത്തിൽ ഇസ്ലാമിനെ ശുദ്ധീകരിച്ച് നന്നാക്കാൻ വേണ്ടി, ഇതിനകത്തുള്ള കലർപ്പുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള സ്വയം നവോത്ഥാന പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. വഹാബിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആശയം, മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാനത്തിനു വേണ്ടി വന്ന പ്രസ്ഥാനമാണ് എന്ന് ഒരു കാലത്ത് കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അവർ കുറച്ച് വിജയിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത് നവോത്ഥാന പ്രസ്ഥാനമൊന്നും ആയിരുന്നില്ല, അത് റിവൈവലിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു എന്നും അത് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത കാലഘട്ടത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം മാത്രമായിരുന്നു എന്നും കാലോചിതവും ദേശോചിതവുമായിട്ടുള്ള മാറ്റങ്ങളും കലർപ്പുകളും ഇസ്ലാമിൽ വന്നു പെട്ടതെല്ലാം ഒഴിവാക്കി 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നടപ്പിലാക്കിയ ഇസ്ലാം എന്തോ അത് അതേപടി നടപ്പിലാക്കുക എന്ന ആശയമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനത്തിലൂടെ ലോകത്ത് നിലവിൽ വന്നത്. ഇസ്ലാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണവും ഈ പ്രസ്ഥാനമാണ്. കാരണം സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്താകെ ഈ തീവ്ര ഇസ്ലാമിസം, പൊളിറ്റിക്കൽ ഇസ്ലാമിസവും ഭീകരവാദവും ഒക്കെ കയറ്റി അയക്കാൻ കാരണമായത് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടിയാണ്. അതിനു മുമ്പ് ഇസ്ലാം ലോകത്തിൻ്റെ പല ഭാഗത്തും പല സംസ്കാരങ്ങളുമായി ഇഴുകിച്ചേർന്ന് അങ്ങനെ ലയിച്ചു ചേർന്ന് പോവുകയായിരുന്നു വലിയ അപകടമില്ലാത്ത രീതിയിൽ. അതിനെ ഈ അപകടകരമായ തീവ്രവാദത്തിലേക്കും മുഹമ്മദ് നടപ്പിലാക്കിയ തലവെട്ടൽ ഭീകരവാദത്തിലേക്കും തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഈ വഹാബിസം. അത് കേരളത്തിൽ നവോത്ഥാനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യകാലത്ത് ചില നടപടികൾ സ്വീകരിച്ചു. അത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ഭൗതിക വിദ്യാഭ്യാസത്തെ പൊതുവിലും പ്രോത്സാഹിപ്പിക്കുന്ന ചില നിലപാടുകൾ അവർ ആദ്യം എടുത്തപ്പോൾ ഇവർ എന്തോ വലിയ പരിഷ്കരണവാദികളാണ് എന്ന് കേരള സമൂഹം തെറ്റിദ്ധരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അവരെന്തായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞതോടുകൂടി സമൂഹം ആ പ്രസ്ഥാനത്തെ മനസ്സിലാക്കുകയും ആ പ്രസ്ഥാനം തന്നെ അതിൻ്റെയൊക്കെ പേരിൽ ഛിന്ന ഭിന്നമായി പൊട്ടിച്ചിതറി ഇല്ലാതാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആകെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ 1% മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ എന്ന് മുജാഹിദ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ആ 1% മാത്രം വരുന്ന മുജാഹിദ് പ്രസ്ഥാനം എത്ര കഷ്ണങ്ങളായി ഭിന്നിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് തന്നെ അറിയില്ല. 26 കഷ്ണങ്ങളിലേറെ ഭിന്നിച്ചിട്ടുണ്ട് എന്നും അതിൽ 2-3 വലിയ കഷ്ണങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് രംഗത്തുള്ളത് എന്നൊക്കെ മുജാഹിദിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്നത് നമുക്ക് നേരിട്ട് കേൾക്കാം. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് യഥാർത്ഥ മുജാഹിദിന്റെ ആദർശമാണ്, മുജാഹിദിന്റെ ആദർശമല്ല. അത് പല കഷ്ണങ്ങളായിട്ടുണ്ട്. ആരോ പറയുന്നിട്ട് 26-ലധികം ആകാൻ സാധ്യമല്ല. കാരണം പിന്നെ ഇംഗ്ലീഷിൽ അക്ഷരമല്ല, അറബി പ്രകാരമാണെങ്കിൽ 2 കൂട്ടർ കൂടി ഉണ്ടാകാം, 28 വരെയാണ്. അത്ര കഷ്ണമായിട്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല. ഏതായാലും 5-8 ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്, 2-3 കുറച്ച് തരക്കേടില്ലാത്ത കഷ്ണങ്ങളുണ്ട്, വലിപ്പമുള്ളതുണ്ട്. ഇതെല്ലാം കൂടിയാൽ കേരള മുസ്ലിങ്ങളിൽ 1% മാത്രം വരും. ഇത് പറയുന്നത് ഇന്ന് സജീവമായി പരസ്പരം ആശയ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2-3 പ്രബല ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു ഗ്രൂപ്പിൻ്റെ നേതാവായിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ഒരാളാണ് ഇത് പറയുന്നത്. മർക്കസുദൈവ KNM എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിലുടനീളം പാഞ്ഞു നടക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ഈ പറഞ്ഞത്. 26 കഷ്ണം അത്രേ അക്ഷരങ്ങളുള്ളൂ, അതിലും കൂടുതൽ കഷ്ണങ്ങളായി ഈ മുജാഹിദ് പ്രസ്ഥാനം മാറിയിട്ടുണ്ട് എന്നും ഇതെല്ലാം കൂടെ ചേർന്നാൽ മുസ്ലിങ്ങളിൽ വെറും 1% മാത്രമേ ഈ മുജാഹിദ് പ്രസ്ഥാനം പ്രതിനിധീകരിക്കുന്നുള്ളൂ എന്നും ഒരു മുജാഹിദ് നേതാവിൻ്റെ വായിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ കേട്ടത്. ഇദ്ദേഹം ഉൾപ്പെടുന്ന മർക്കസുദൈവ എന്ന് പറയുന്ന വിഭാഗവും അതിന് നേരെ വിരുദ്ധമായിട്ട് അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. വിസ്ഡം ഗ്ലോബലിനെ ഇവർ വിളിക്കുന്നത് ജിന്ന് മുജാഹിദ് എന്നാണ്.
മർക്കസ് ദേവ വിഭാഗത്തെ ജിന്ന് വിഭാഗക്കാരെ വിളിക്കുന്നത് മുഅ്തസിലിയാക്കൾ അഥവാ യുക്തിവാദികൾ എന്നാണ്. അങ്ങനെ പരസ്പരം ചാപ്പ കുത്തുകയാണ്. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ ഖുറാഫാത്തിൻ്റെ ചാപ്പ കുത്തിക്കൊണ്ട്, യാഥാസ്ഥികത്വത്തിൻ്റെ ചാപ്പ കുത്തിക്കൊണ്ട് അവർ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറയുമ്പോൾ മറ്റൊരു ഇപ്പുറത്തുള്ളവരെ യുക്തിവാദികൾ മുഅ്തസിലിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മതത്തിൽ നിന്ന് പുറത്താണെന്ന് ഇങ്ങോട്ടും ചാപ്പ കുത്തി പരസ്പരം കാഫർ ആരോപിക്കുക എന്നതാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 2 ആഴ്ച തൊണ്ടയ്ക്ക് അസുഖവും പനിയൊക്കെ ആയിട്ട് വിശ്രമിക്കുന്ന സമയത്ത് എൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇവരുടെ 2 കൂട്ടരുടെയും വീഡിയോകൾ കാണുക. ഇവരിപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും ആദർശ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളനങ്ങൾ നടത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതിൻ്റെ വീഡിയോകൾ ധാരാളമുണ്ട്. ഞാൻ ആ വീഡിയോകൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച. എനിക്ക് മനസ്സിലായത് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ഈ രീതിയിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ മൊത്തത്തിലുണ്ടായിട്ടുള്ള യുക്തിപരമായ ഒരു മുന്നേറ്റമാണ്. മതത്തിനെതിരായിട്ടും വിശ്വാസത്തിനെതിരായിട്ടും പുതിയ തലമുറയിൽ നിന്ന് വന്നിട്ടുള്ള ഈ വിമർശനങ്ങളും ആ വിമർശനങ്ങളെ നേരിടാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന മതനേതൃത്വവും അവർ നേരിട്ട ഈ പ്രതിസന്ധിക്ക് അവരിൽ ചില വിഭാഗക്കാർ സ്വയം പരിഹാരം കാണുന്നതിന് വേണ്ടി കണ്ടെത്തിയ ചില ചുളുക്ക് വിദ്യകളാണ് ഇന്നത്തെ ഈ പ്രധാന ഭിന്നിപ്പിന് കാരണമായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമ്മുടെ MM അക്ബർ 4 വർഷം മുമ്പ് ഞാനുമായിട്ട് സംവാദത്തിന് വന്ന സമയത്ത് ആ സംവാദത്തിൻ്റെ പേരിൽ അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് സുന്നി മുജാഹിദ് ജമായത്ത് പണ്ഡിതന്മാരെല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് മീറ്റിംഗ് കൂടുകയും അങ്ങനെ എല്ലാവരും കൂടെ മാസങ്ങളോളം ചർച്ച ചെയ്തിട്ടാണ് ഇസ്ലാമിനെയും ഖുർആനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഴക്കടലുമായിട്ട് MM അക്ബറിനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്തത്. MM അക്ബർ ഈ സംവാദം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ കേരളത്തിലുടനീളം ഓടി നടന്നിട്ട് പറഞ്ഞത് ഈ സംവാദത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം കേരളത്തിലെ മുസ്ലിങ്ങൾ സുന്നി മുജാഹിദ് ജമായത്ത് വ്യത്യാസമില്ലാതെ പൊതുശത്രുവിനെതിരായിട്ട് യോജിച്ചു. അങ്ങനെ ഭിന്നിച്ചു നിന്നിരുന്ന മുസ്ലിം സമൂഹത്തെ യോജിപ്പിക്കാൻ കഴിഞ്ഞു ഈ സംവാദം കൊണ്ട് എന്നാണ് സംവാദത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് അക്ബർ തന്നെ പറഞ്ഞു നടന്നിരുന്നത്. ആ അക്ബറിൻ്റെ പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനമാണ് ഈ സംവാദത്തിന് ശേഷം തന്നെ, അതിന് മുമ്പേ ഉണ്ട്, അതിന് ശേഷം പിന്നെയും ഒരുപാട് കഷ്ണങ്ങളായി പൊട്ടിച്ചിതറിയിട്ട് ഇന്ന് ഈ തെരുവിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത് 26 കഷ്ണങ്ങളായി മാറിയിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. അതിൽ 3ഓ 4ഓ വലിയ കഷ്ണങ്ങളുണ്ട് എന്നൊക്കെ അതിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്താണ് ഇവർ തമ്മിലുള്ള തർക്കം? അതാണ് ഏറ്റവും വലിയ കോമഡി. ആ തർക്കം ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര യുക്തിഹീനമായിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലുണ്ട്, ഖുർആനിലും ഹദീസിലുമുണ്ട്. ആ അന്ധവിശ്വാസങ്ങളുമായിട്ട് ഇനി ഈ മതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ കുറച്ച് ആളുകൾ എങ്ങനെയെങ്കിലും ആ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പ്രമാണങ്ങളെ തള്ളുക എന്ന കലാപരിപാടിയുമായിട്ട് രംഗത്ത് വന്നു. അതാണ് മർക്കസു ദേവക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രമാണങ്ങളെ തള്ളുക വഴി ഇവർ ദീനിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പുറത്തുപോയി എന്നും ഇവർ ദീനിൻ്റെ ശത്രുക്കളാണെന്നും ഇവർ പഴയ മുഅ്തസിലിയ എന്ന് പറയുന്ന യുക്തിവാദികളാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവർക്ക് മേലെ കുഫറിൻ്റെ ചാപ്പ കുത്തുന്നത് മറ്റേ വിഭാഗം. മറ്റേ വിഭാഗമാകട്ടെ കിതാബും കെട്ടും കൊണ്ട് വന്നിട്ട് കിതാബുകളിലുള്ളതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകളും ഖുർആനും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ ഇസ്ലാമികമാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. മറ്റവർക്ക് ഈ അന്ധവിശ്വാസങ്ങൾ വേണ്ടത്ര ദഹിക്കാത്തത് കൊണ്ട് അവർ ഈ അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ച് അതിന് തൽക്കാലം ഖുർആനെ തള്ളാൻ പറ്റാത്തതുകൊണ്ട് ഹദീസിനെ തള്ളിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളെ ഭാഗികമായിട്ടെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഈ ഒരു തർക്കമാണ് ഇന്ന് മുജാഹിദുകൾക്കിടയിൽ പ്രധാനമായി നടന്നു വരുന്ന ഗ്ലോബൽ വിസ്ഡം എന്ന് പറയുന്ന ജിന്ന് ഗ്രൂപ്പും മർക്കസു ദേവ KNM എന്ന് പറയുന്ന ജിന്ന് വിരുദ്ധ ഗ്രൂപ്പും തമ്മിൽ നടക്കുന്ന ഈ തർക്കം. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് കേരള നജ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒറിജിനൽ ഒഫീഷ്യൽ സംഘടന രണ്ടിലേതിലാണ് നിൽക്കുന്നത് എന്നറിയാതെ, അതോ മൂന്നാമതാണോ നിൽക്കുന്നത് എന്നറിയാത്ത രീതിയിൽ പകച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാം. ഇങ്ങനെ പരസ്പരം ജിന്ന് പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ, ജിന്നല്ല ജിന്ന് ബാധിച്ച് കൂടോത്രം ബാധിച്ച് മനുഷ്യർക്ക് അസുഖമുണ്ടാവുമോ ഇല്ലേ,
അതിനെ നമുക്ക് ജിന്നുകളെ ഉപയോഗിച്ചുകൊണ്ട് അസുഖം മാറ്റാൻ പറ്റുമോ, ജിന്നുകളെ ഇടപെടിക്കാൻ പറ്റുമോ, ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ജിന്നുകൾ മനുഷ്യരുടെ ജീവിതവുമായിട്ട് ഇടപഴകുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് തർക്കം. ജിന്നുകൾ എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന കാട്ടറബികളുടെ തനി അന്ധവിശ്വാസമാണ് എന്ന കാര്യത്തിൽ സാമാന്യ യുക്തിയുള്ള അല്പം ചരിത്രബോധമുള്ള ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പറ്റില്ല. അത് മുസ്ലിമിൽ ഒരു ഗ്രൂപ്പിനും പറയാൻ പറ്റില്ല. കാരണം ഈ ജിന്നുകളും മലക്കുകളും കൂടോത്രവും മാരണവും കണ്ണേറും ഈ സകലമായ അന്ധവിശ്വാസങ്ങളും സാക്ഷാൽ ഖുർആനിൽ തന്നെ നിരന്ന് പരന്ന് കിടക്കുകയാണ്. പണ്ടത്തെ അറബി കഥകൾ ജിന്ന് കഥകളായിരുന്നത് പോലെ തന്നെ ഖുർആനിലെ കഥകളും ജിന്ന് കഥകളായിട്ട് പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ ഖുർആനിൽ ഈ ജിന്നിനെ ഈ രീതിയിൽ സ്ഥാപിച്ചത് കൊണ്ട് തന്നെ ജിന്നില്ല എന്ന് പറയാൻ നിവൃത്തില്ല. പക്ഷേ ജിന്നുമായി ബന്ധപ്പെട്ട കുറേ വിശ്വാസങ്ങൾക്ക് ഹദീസുകളുടെ പിൻബലമാണുള്ളത് എന്നതുകൊണ്ട് ആ ഹദീസുകളെ തള്ളിയിട്ട് തൽക്കാലം ജിന്നുണ്ടെങ്കിൽ പോലും ജിന്ന് മനുഷ്യരെ ബാധിക്കുകയില്ല, ജിന്ന് മനുഷ്യർക്ക് കൂടോത്രം ചെയ്യാൻ സഹായിക്കുകയില്ല, ജിന്നിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളുമായിട്ടാണ് മുഅ്തസിലിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അരയുക്തിവാദികൾ എന്ന് മറ്റൊരാക്ഷേപിക്കുന്ന വിഭാഗക്കാർ, മാർക്കസുദൈവ വിഭാഗക്കാർ അവരുടെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഒരു ഏകദേശ രൂപം കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവർക്കിടയിലുള്ള ഒരു ചർച്ച ഈ വിസ്ഡം ഗ്ലോബൽ ഗ്രൂപ്പുകാർ, ജിന്ന് ഗ്രൂപ്പുകാർ കുത്തിയിരുന്നു കൊണ്ട് മറ്റവരെ കുറ്റം പറയുന്ന ഒരു ചർച്ചയുടെ ഏതാനും ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഖുർആനെതിരാണ്, അതുപോലെ ബുദ്ധിക്ക് യോജിക്കാത്ത ആശയമാണ്, അതേപോലെ തന്നെ ഇതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയ ഹദീസുകളല്ല, ഇങ്ങനത്തെ കാരണങ്ങൾ പറഞ്ഞിട്ട് മുഅ്തസിലിയാക്കൾ വന്നു. അവരെ അനുഗമിച്ചുകൊണ്ടാണ് ഈ വിഭാഗം പോകുന്നത് എന്ന അപകടം ഇവിടെ ഉണ്ട്. നമുക്ക് സിഹർ ബാധിച്ചതുമായി ബന്ധപ്പെട്ടും മറ്റൊക്കെ ഉള്ള ഹദീസുകളെ നിഷേധിച്ച് ഇന്ന് സമൂഹത്തിൽ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു പഴഞ്ചന്മാരും മോശക്കാരാവും. അത് ഖുർആന് എതിരാണ്. ഇതുണ്ട് തള്ള്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇതാണ് പ്രശ്നം. മാർക്കസുദൈവ വിഭാഗക്കാരായിട്ടുള്ള മുജാഹിദുകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം കരിപ്പൂരിൽ വലിയ സമ്മേളനമൊക്കെ നടത്തിയ ആ വിഭാഗക്കാരെക്കുറിച്ച് മറ്റൊരു ഇരുന്ന് പറയുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അവർ പ്രമാണങ്ങളെ തള്ളിക്കൊണ്ട് പ്രവാചകന് മാരണം ബാധിച്ചു എന്ന സഹീഹായ ഹദീസ്, സാധാരണ സഹീഹൊന്നുമല്ല, എല്ലായിടത്തും വിശദീകരിച്ചിട്ടുള്ള, ആരും നിഷേധിച്ചിട്ടില്ലാത്ത ഏറ്റവും പ്രബലമായ ഹദീസാണ് പ്രവാചകന് സിഹർ ബാധിച്ചു, കൂടോത്രം ബാധിച്ചു, 6 മാസം അസുഖമായി, മാനസിക രോഗം വന്നു തുടങ്ങിയിട്ട് ഉള്ള വിശദീകരണങ്ങളുമായി വന്നിട്ടുള്ള ഹദീസ്. ഈ ഹദീസ് വരാൻ കാരണം ഈ ഹദീസ് മാത്രമായിട്ടല്ല വന്നത്. കാരണം ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 2 ചെറിയ സൂറത്തുകൾ, മുഅവ്വദത്തൈനി എന്നറിയപ്പെടുന്ന 2 സൂറത്തുകൾ ഖുർആനിൽ അവതരിപ്പിച്ചത് തന്നെ പ്രവാചകന് കൂടോത്രം ബാധിച്ചതിനെ തുടർന്ന് ഈ കൂടോത്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മന്ത്രം എന്ന നിലക്കാണ് ഈ 2 സൂറത്തുകൾ അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ്റെ തഫ്സീറുകളിൽ കാണാം. അപ്പോൾ ഖുർആനിൻ്റെ തന്നെ 2 അധ്യായങ്ങൾക്ക് വിശദീകരണമായി വന്നിട്ടുള്ള ഒരു സംഭവമാണ് എന്നതുകൊണ്ടാണ് ഈ ഹദീസ് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ചരിത്ര സംഭവമായിട്ട് ഇസ്ലാമിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ആ ഹദീസിനെയാണ് ഇന്ന് ഈ ജിന്ന് വിരുദ്ധ വിഭാഗക്കാർ നിഷേധിക്കുന്നത്. അവരത് നിഷേധിക്കാൻ പറയുന്ന കാരണം, ഒന്ന് അത് ഇക്കാലത്ത് പറയാൻ പറ്റൂല, മറ്റൊന്ന് അത് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല, വേറൊന്ന് അത് ഖുർആന് തന്നെ വിരുദ്ധമാണ് എന്നാണ്. ഖുർആന് വിരുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം ഇവർ വിശദീകരിക്കുന്നുണ്ട്. അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറയട്ടെ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ബിൻ അഅ്സം എന്ന ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും ബദ്ധവൈരിയായ ശത്രു ചെയ്തിട്ടുള്ള സിഹർ ഏറ്റിട്ടില്ല എന്ന അഭിപ്രായം സ്വഹാബിക്കല്ല ഉള്ളത്, താബിഈനല്ല ഉള്ളത്. പിന്നെ ആ പ്രവാചകനായി നിയോഗിച്ചയച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കാണുള്ളത്. അതാണ് പ്രവാചകന് സിഹർ ബാധിച്ചു എന്ന് സഹാബികൾക്ക് അഭിപ്രായമുണ്ട്, താബികൾക്ക് അഭിപ്രായമുണ്ട്, ആയിഷ പറഞ്ഞിട്ടുണ്ട്, ബുഖാരി എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്, ഖുർആൻ്റെ തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, 2 ഖുർആൻ ആയത്തുകളുടെ വിശദീകരണമായിട്ട് ആ സംഭവം വിവരിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിഷേധിക്കണമെങ്കിൽ ഹദീസിനെ തള്ളണം. ഹദീസിനെ തള്ളാൻ എന്തെങ്കിലും ഒരു ന്യായം പറയണം. അതിന് കണ്ടെത്തിയിട്ടുള്ള ഒരു ന്യായമാണ് സാക്ഷാൽ ഖുർആനിൽ തന്നെ
മുഹമ്മദ് നബിക്ക് മരണം ബാധിച്ചു എന്ന് പറയാൻ പാടില്ല എന്നും അങ്ങനെ പറഞ്ഞാൽ അത് അക്രമമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞ ആ വാക്യത്തിന് എതിരാണ് മുഹമ്മദ് നബിക്ക് മരണം ബാധിച്ചു എന്ന ഈ സംഭവവും ഹദീസും അതിൻ്റെ ചരിത്രവും എന്നാണ് ഈ കൂട്ടർ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഖുർആന് വിരുദ്ധമായിട്ടുള്ള ഹദീസ് തള്ളുകയാണെങ്കിൽ ഖുർആന് വിരുദ്ധമായിട്ടുള്ള ഖുർആൻ എന്താ ചെയ്യുക? ഇതാണ് ഖുർആൻ ക്ലാസ്സിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ 23 വർഷക്കാലം മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മൊത്തം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുഹമ്മദ് ഓരോ കാലത്തും പരസ്പര വിരുദ്ധമായി മാറ്റി പറഞ്ഞതായിട്ട് കാണാം. അതാണ് അള്ളാഹുവിൻ്റെ വെളിപാടുകൾ എന്നും പറഞ്ഞിട്ട് സമാഹരിച്ച് വെച്ചിട്ടുള്ള ഈ ഖുർആനിലുള്ളത്. അങ്ങനെ ഒരിക്കൽ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് മറ്റൊരു സന്ദർഭത്തിൽ പറയുകയും അത് സന്ദർഭം ഏതാണ് എന്നൊന്നും വിശദീകരിക്കാതെ ഖുർആനിൽ എഴുതി വെക്കുകയും ചെയ്താൽ ഇത് ഖുർആന് തന്നെ വിരുദ്ധമാവുകയാണ്. ഏത് ഖുർആൻ തന്നെ ഖുർആന് വിരുദ്ധമാവുകയാണ്. അങ്ങനത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇവിടെയും അത് തന്നെയാണ് സംഭവം. ഇവിടെ മക്കയിൽ മുഹമ്മദിന് ഈ അസുഖം തുടങ്ങിയ സമയത്ത് മക്കക്കാർ മുഹമ്മദിനെതിരെ ആരോപിച്ചതാണ് മുഹമ്മദിന് മരണം ബാധിച്ചിട്ടുണ്ട്, മുഹമ്മദിന് എന്തോ ബാധ കൂടിയിട്ടുണ്ട്, അതാണ് മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന്. അതിന് മറുപടിയായിട്ട് മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞതാണ് അങ്ങനെ പറയുന്നവർ അക്രമികളാണ് എന്നുള്ളത്. പക്ഷേ അതേ മുഹമ്മദിന് പിന്നീട് ഈ അസുഖം ബാധിക്കുകയും അത് മാരണം ചെയ്തിട്ടാണ്, ഒരു ജൂതൻ മാരണം ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുകയും 6 മാസത്തോളം മുഹമ്മദിന് വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാവുകയും ഇല്ലാത്ത മിഥ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും മുടിയൊക്കെ കൊഴിഞ്ഞു പോവുകയും ചൊറി പിടിക്കുകയും ഭാര്യമാർ പോലും അടുത്ത് വരാതാവുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന ചരിത്രമാണ് ഹദീസുകളിലും ചരിത്ര പുസ്തകങ്ങളിലും ഖുർആൻ തഫ്സീറുകളിലും എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് 6-ാം നൂറ്റാണ്ടിലെ ഒരു അന്ധവിശ്വാസിയായിരുന്നു എന്നും അന്ധവിശ്വാസങ്ങൾ കൊണ്ട് തന്നെ മനോരോഗം ബാധിച്ചിരുന്ന ആളായിരുന്നു എന്നും ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്നും ഖുർആൻ്റെ ചരിത്രത്തിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഒക്കെ നമുക്ക് വ്യക്തമാണ്. പക്ഷേ മക്കക്കാർ മുഹമ്മദിൻ്റെ നേരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ മുഹമ്മദിൻ്റെ വെളിപാടുകൾ മരണം ബാധിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത് അക്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ആയത്തിറക്കിയിട്ടുണ്ട്. ആ ആയത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഹദീസിനെയും ചരിത്രത്തെയും ഇവർ നിഷേധിക്കുന്നത്. അത് സൂറത്ത് ഫുർഖാനിലും സൂറത്ത് ഇസ്രായിലും അല്ലാഹു തആല പറഞ്ഞു. എന്താ പറഞ്ഞത്? മഹാനായ മുഹമ്മദ് നബി മറ്റൊരാളാൽ സിഹ്ർ ബാധിതനാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ അക്രമികളാണ്. മാത്രമല്ല ഫളല്ലു, അക്കാരണത്താൽ അവർ വഴിപിഴച്ചു പോയിരിക്കുന്നു. അതാണ് മുഹമ്മദ് നബിക്ക് മരണം ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് അക്രമമാണ്, അങ്ങനെ പറയുന്നവർ അക്രമികളാണ്, അങ്ങനെ പറഞ്ഞാൽ അവർ വഴിപഴച്ചു പോയിട്ടുണ്ട് എന്ന് ഖുർആനിൽ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് മരണം ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് എത്ര സഹീഹാണെങ്കിലും അത് ഖുർആന് വിരുദ്ധമാണ്, യുക്തിക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ട് അതിനെ തള്ളിക്കളയണം എന്നാണ് ഈ ജിന്ന് വിരുദ്ധ മുജാഹിദുകാർ ഇന്ന് മീറ്റിംഗ് കൂടിയിട്ട് എല്ലായിടത്തും പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന് മറ്റൊരു പറയുന്ന മറുപടി അതിനേക്കാൾ വലിയ രസമാണ്, അത് കേൾക്കാവുന്നത്. വർഷങ്ങളായി മർക്കസ് ദാവ വിഭാഗക്കാർ ജനങ്ങളെ അധികമായി കബളിപ്പിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഒരു ഭാഗത്ത് ഖുർആനാണ്, മറ്റൊരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ വല്ലാതെ വൈകാരികമാക്കി ഇവരെ കാര്യം സാധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് നബിക്ക് മരണം ബാധിച്ചു എന്ന് പറയുന്നത് അക്രമമാണ് എന്നും അങ്ങനെ സംഭവിച്ചതല്ല, മുഹമ്മദ് നബിക്ക് മരണം ബാധിച്ചതല്ല, അത് ഒറിജിനൽ വെളിപാടാണ് എന്നും മക്കയിൽ മുഹമ്മദ് പറഞ്ഞതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് മുഹമ്മദ് നബിക്ക് മരണം ബാധിച്ചു എന്ന് പറയുന്ന ചരിത്ര സംഭവത്തെ നിഷേധിക്കുകയാണ് മറ്റവർ ചെയ്യുന്നത്. ഇത് മുസ്ലിങ്ങളെ, പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളെ വൈകാരികമായിട്ട് ഉത്തേജിപ്പിച്ചുകൊണ്ട് ഈ ഹദീസ് നിഷേധിക്കാനുള്ള ഒരു മനഃശാസ്ത്രപരമായ ശ്രമമാണ്. ഇത് വലിയ തട്ടിപ്പാണ് ഇവർ നടത്തുന്നത് എന്നാണ് ജിന്നുവാദികൾ പറയുന്നത്. ജിന്നുവാദികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ജിന്നുവാദം ഇസ്ലാമിലുള്ളതാണ്, ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളതാണ്. അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. അവർ കിതാബാണ് പ്രധാനം എന്ന് പറയുന്നവരാണ്. മറ്റവരങ്ങനെയല്ല. മറ്റവർ ഇന്നത്തെ കാലത്ത് ഈ കിതാബും കൊണ്ട് നടന്നാൽ സംഗതി ഇത് കച്ചവടം പൂട്ടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയെങ്കിലും ഈ കാലത്ത് പറഞ്ഞു നിൽക്കാവുന്ന രീതിയിൽ ഇതിനെ ഒന്ന് പൂട്ടിയടിച്ച് വെളുപ്പിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്നവരാണ്.
അതിനു വേണ്ടിയിട്ട് കണ്ടെത്തിയ മാർഗമാണ് അവർ ഖുർആൻ്റെ എതിരാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസിനെ തള്ളൽ. ഒരു ഭാഗത്ത് മുശ്രിക്കുകളെ ആരോപണമാണ്, ഒരു മാരണം ബാധിച്ചവൻ എന്ന ആരോപണം. മറുഭാഗത്ത് രോഗം എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ വിധി എന്നോണം എന്തായിട്ടുണ്ട്, ഒരു ജൂതൻ ചെയ്ത സിഹർ ബാധിച്ചിട്ടുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഒന്ന് യാഥാർത്ഥ്യമാണ്, ഒന്ന് ആരോപണമാണ്. അതാണ് ഇപ്പോൾ ഇതിന് പറയുന്ന ന്യായീകരണം. ഒന്ന്, നബിക്കെതിരെ മുശ്രിക്കുകൾ ആരോപിച്ചതാണ് മാരണം ബാധിച്ചതുകൊണ്ടാണ് നബി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നതെന്ന്. മറ്റേത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്, മരണം ബാധിച്ചു, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത്. അപ്പോൾ ആ ആരോപണത്തിന് മറുപടി പറഞ്ഞതാണ് അത്. അതല്ലാതെ നബിക്ക് ഒരിക്കലും മരണം ബാധിക്കുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് അംഗീകരിക്കുന്ന ജിന്നുവാദികൾ മറ്റവരെ കുറ്റം പറയുന്നത്. ഇവിടെ പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം എന്താണ്? മുഹമ്മദ് അന്ധവിശ്വാസിയായിരുന്നു. മുഹമ്മദിൻ്റെ അന്ധവിശ്വാസമാണ് ജിന്ന്, മുഹമ്മദിൻ്റെ അന്ധവിശ്വാസമാണ് കൂടോത്രം. മുഹമ്മദ് അന്ധവിശ്വാസി ആയതുകൊണ്ട് മുഹമ്മദിന് മാനസിക രോഗം ബാധിച്ചിട്ടുണ്ട്. ആ മാനസിക രോഗം തന്നെയാണ് മുഹമ്മദിൻ്റെ വെളിപാടുകളും. അവിടെ മുശ്രിക്കുകൾ പറഞ്ഞതും ഖുർആനിൽ പറഞ്ഞത് ശരിയാണ്, മുശ്രിക്കുകളുടെ ആരോപണം ശരിയാണ്. പിന്നീട് മുഹമ്മദിന് മാനസിക രോഗം ഉണ്ടായി എന്ന് പറയുന്നതും ശരിയാണ്. കാരണം അന്ധവിശ്വാസികൾക്ക് അന്ധവിശ്വാസം മൂലം മനോരോഗമുണ്ടാവും. അത്തരം മനോരോഗത്തിൻ്റെ പല ലക്ഷണങ്ങളിലൊന്നാണ് വെളിപാടിറക്കലും മടയിൽ പോയി കുത്തിരിക്കലും പടച്ചോനെ കാണലും മലക്കിനെ കാണലും ജിന്നിനെ കാണലും ഒക്കെ. അതേ മനോരോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് കൂടോത്രം ബാധിച്ചു, മാരണം ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള മനോരോഗ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇതൊക്കെ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ മുമ്പിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് കൂട്ടരും പരസ്പരം കിതാബ് വെച്ചുകൊണ്ട് തർക്കിക്കുന്നത് രണ്ട് മണ്ടത്തരങ്ങൾ തമ്മിലുള്ള തർക്കം മാത്രമാണ്. യഥാർത്ഥത്തിൽ മുഹമ്മദ് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പടുജാഹിലായ അന്ധവിശ്വാസിയായിരുന്നു. ആ അന്ധവിശ്വാസം കാരണം മാനസികമായിട്ടുള്ള സമനില തെറ്റിയ പല സന്ദർഭങ്ങളും മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് മുഹമ്മദ് വെളിപാട് എന്നും പറഞ്ഞുകൊണ്ട് ഈ പരസ്പര വിരുദ്ധമായ വിഡ്ഢിത്തങ്ങൾ മുഴുവൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതാണ് ദൈവത്തിൻ്റെ കിതാബ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം താങ്ങിക്കൊണ്ട് നടക്കുന്നത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പ്രമാണങ്ങളുടെ സത്യസന്ധത തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നു എന്ന വലിയൊരു അപകടം ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ എന്താ വെച്ചാൽ വിശ്വാസത്തെയും അവിശ്വാസത്തെയും കൂട്ടിക്കൊഴുക്കുക. ഒരു ഭാഗത്ത് വിശ്വാസമാണ്, മറുഭാഗത്ത് അവിശ്വാസികളുടെ കാര്യമാണ്. ഇത് രണ്ടും കൂട്ടിക്കൊഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവർ ഉണ്ടാക്കി ഒരു വിശ്വാസമാക്കി അതിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു അപകടം. വലിയ അപകടം തന്നെയാണ്. കാരണം വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഇവിടെ മാന്തപ്പെടുന്നത്. വിശ്വാസം അന്ധവിശ്വാസമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ അതിനെ ഭാഗികമായിട്ട് എടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യർ ആ യുക്തി ഈ വിശ്വാസത്തിൻ്റെ മൊത്തം രംഗത്തും പ്രയോഗിക്കും. അതോടുകൂടി ഈ വിശ്വാസം തന്നെ പൊളിഞ്ഞു പോകും. അത് വലിയ അപകടമാണ് എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു വലിയ അപകടം മുന്നിൽ കണ്ടുകൊണ്ടും ഇങ്ങനൊരു ഉദ്യമത്തിന് ഇവരെ പോലെയുള്ള ആളുകൾ മുതിരുന്നത് അതിനേക്കാളും വലിയ അപകടം ഇന്ന് മതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതിൽ നിന്നുള്ള കുത്തിയൊഴുക്ക് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ശ്രമം നടത്തുന്നത്. എങ്ങനെയെങ്കിലും ഇത്തരം കുറേ അന്ധവിശ്വാസങ്ങളിൽ നിന്നെങ്കിലും മോചിപ്പിച്ചിട്ട് ഈ മതത്തെ നിലനിർത്തിക്കൊണ്ടു പോകണം, മതത്തിൻ്റെ ആയുസ് നീട്ടിക്കൊണ്ടു പോകണം. കാരണം ഈ മതം എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിൻ്റെ ദുർബലമായിട്ടുള്ള ഈ ഒരു അന്ധവിശ്വാസ കൊട്ടാരത്തിൻ്റെ മുകളിലാണ് ഒരു സമുദായം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഈ സമുദായം യാഥാർത്ഥ്യമാണ്. ലോകത്ത് ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു സമൂഹമാണ്. എല്ലായിടത്തും ഈ സമുദായം ശക്തമായിട്ടുള്ളൊരു സമുദായമാണ്. പക്ഷേ ആ സമുദായത്തെ ഒരു സമുദായമായി നിലനിർത്താനുള്ള അള്ളാഹു കൊടുത്തയച്ച കയറുണ്ടല്ലോ, പാശം, ആ കയറ് 6-ാം നൂറ്റാണ്ടിലെ അന്ധവിശ്വാസങ്ങളാൽ ദ്രവിച്ച് മണ്ണായി കഴിഞ്ഞ സാധനമാണ്. ആ കയർമ പിടിച്ചിട്ട് ഇനി ഈ സമുദായത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പുതിയ കയറുണ്ടാക്കിയിട്ട് ഈ സമുദായത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ കഥ മാറ്റി എഴുതാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അത് ദീനിൻ്റെ അടിത്തറ തകർക്കുമെന്ന് ഭയപ്പെടുന്ന അന്ധവിശ്വാസികളായ യാഥാസ്ഥിതിക വിശ്വാസികൾ ഇപ്പുറത്തിരുന്നിട്ട് അവരെ യുക്തിവാദികൾ, ദീനിൽ നിന്ന് പുറത്തു പോയവർ, മുഅ്തസിലിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പ്രമാണങ്ങളുടെ സത്യസന്ധത തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നു എന്ന വലിയൊരു അപകടം ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ എന്താ വെച്ചാൽ വിശ്വാസത്തെയും അവിശ്വാസത്തെയും കൂട്ടിക്കൊഴുക്കുക. ഒരു ഭാഗത്ത് വിശ്വാസമാണ്, മറുഭാഗത്ത് അവിശ്വാസികളുടെ കാര്യമാണ്. ഇത് രണ്ടും കൂട്ടിക്കൊഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവർ
ഉണ്ടാക്കിയ ഒരു വിശ്വാസമാക്കി അതിനെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഒരു അപകടം. ഈ മുഅ്തസിലിയാക്കളുടെ പുനരവതാരമാണ് ഇന്നത്തെ മർക്കസുദൈവ പോലുള്ള പ്രസ്ഥാനങ്ങൾ എന്നും പിന്നീട് മുസ്തഫ മൗലവിയെ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും ഇതിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള പുതിയ വാദങ്ങളുമായി വരുന്ന എല്ലാവരും ഈ മുഅ്തസിലിയ വിഭാഗത്തിൻ്റെ, അതായത് അന്നത്തെ യുക്തിവാദികളുടെ ഇത്തരത്തിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള യുക്തിക്ക് നിരക്കാത്ത എല്ലാ ആശയങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഇസ്ലാമിക മതരംഗത്ത് ആദ്യം പ്രത്യക്ഷപ്പെട്ട പ്രസ്ഥാനമാണ് ഈ മുഅ്തസിലിയ എന്ന് പറയുന്ന അരയുക്തിവാദ പ്രസ്ഥാനം. അവർ ദൈവത്തെ നിഷേധിച്ചിട്ടില്ല, പക്ഷേ ഈ കൂടോത്രവും മന്ത്രവും ജിന്നും പിശാചും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് വെളുപ്പിക്കാൻ അന്ന് തന്നെ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ് അവർ. പക്ഷേ മതത്തിൽ നിന്ന് പുറത്തു പോയവർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ രീതിയിൽ പുറന്തള്ളുകയാണ് ഇസ്ലാമിക ലോകം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പുനരവതാരമാണ് ഇന്ന് കാണുന്ന ഇത്തരം വാദങ്ങളുമായി വരുന്ന ആളുകൾ എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെ തന്നെ തകർത്ത് കളയും. ഇവിടെ അവിശ്വാസവും വിശ്വാസവും കൂടെ കൂട്ടിക്കുഴയ്ക്കുകയാണ്. ഇവിടെ വലിയ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിത്തറ തകർക്കുകയാണ്. ഇത് വലിയ അപകടത്തിലേക്കാണ് പോക്ക് എന്നൊക്കെയാണ് ഇവർ ഇരുന്ന് വേവലാതിപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ സിഹ്റ് ബാധിച്ചു എന്നതടക്കമുള്ള പല ഹദീസുകളെയും ആശയപരമായി ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല എന്ന ഒരു വാദം പിന്നെ ഇവിടെ സമൂഹത്തിൽ കൊണ്ടുവന്ന വിഭാഗമാണ് മുഅ്തസിലിയാക്കൾ. അഹ്ലുസുന്നയിൽ നിന്ന് വേറിട്ട് തെറിച്ചു പോയ പിഴച്ച ആളുകളാണ് മുഅ്തസിലിയാക്കൾ. അതാണ് മുഅ്തസിലിയാക്കളെ അതേപോലെ അനുകരിക്കുന്നു. അത് ദീനിൻ്റെ അടിത്തറ മാന്തുന്ന പണിയാണ്. അത് വലിയ അപകടമാണ് എന്നാണ് ഇവർ തിരിച്ചറിയുന്നത്. പിന്നെ നാലാമത്തെ ഒരു പ്രശ്നം വെച്ചാൽ അഹ്ലുസുന്നയെ അവഗണിക്കുക. കാരണം അഹ്ലുസുന്നക്ക് ഒരു പാരമ്പര്യം, തനതായ പാരമ്പര്യമുണ്ട്, കളങ്കമില്ലാത്തൊരു പാരമ്പര്യം, ഉത്തമ തലമുറ മുതൽ ഇങ്ങോട്ട് കാത്തു സൂക്ഷിച്ചു പോരുന്നൊരു പാരമ്പര്യമാണ്. ഇപ്പം ഇയാളെ പോലെ ആളുകൾ കുടുങ്ങിയപ്പോഴാണ് പിന്നെ സ്വഹാബത്തിനില്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഖുർആൻ തന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതെ, അപ്പൊ ആ ചോദ്യം അഹ്ലുസുന്നയിൽ നിന്നുള്ള ചോദ്യം ചെന്നുകൊണ്ടാണ് അങ്ങനത്തെ മറുപടി. അപ്പൊ അഹ്ലുസുന്നയെ അവഗണിക്കുന്നു. അഹ്ലുസുന്നയെ അവഗണിക്കുന്നു എന്ന ആരോപണം മുജാഹിദുകൾക്കെതിരെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ പണ്ട് മുതലേ ആരോപിച്ചിരുന്ന കാര്യമാണ്. കാരണം പാരമ്പര്യമായിട്ട് ശീലിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ അഹ്ലുസുന്ന എന്ന് പറയുന്ന സുന്നി വിഭാഗം 90% മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സുന്നി വിഭാഗം തുടർന്നു പോകുന്നത്. അതെല്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ സുന്നികൾ എടുത്ത അതേ ആരോപണമാണ് ഇന്നിപ്പോൾ ഇവരിരുന്നിട്ട് ഈ മുജാഹിദിലെ പുതിയ വിഭാഗത്തിനെതിരായിട്ട് ഉന്നയിക്കുന്നത്. അഹ്ലുസുന്നയുടെ പാരമ്പര്യം നിഷേധിക്കുന്നു. ഈ അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തെ ആദ്യം നിഷേധിച്ചത് ഈ മുജാഹിദ് പ്രസ്ഥാനമാണ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം ലോകത്ത് നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് എന്താണോ നടപ്പിലാക്കിയത് അത് അതുപോലെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന റിവൈവലിസ്റ്റുകളാണ് ഈ മുജാഹിദുകൾ. അവർ ഇവിടെയും ചെയ്തത് അഹ്ലുസുന്നയുടെ പാരമ്പര്യ വിശ്വാസങ്ങൾ എത്രയോ തലമുറകളായി നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന പാരമ്പര്യങ്ങളെ മുഴുവൻ തള്ളിപ്പറയുകയാണ് അവർ ചെയ്തത്. അതേ ആരോപണം ഇന്ന് ഇവർ മറ്റവർക്കെതിരെ ഉന്നയിക്കുകയാണ്. പിന്നെ മറ്റൊരു അപകടം എന്താ വെച്ചാൽ, ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ ഈ കേരളക്കരയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം കൊണ്ടു നടക്കുന്നൊരു പ്രസ്ഥാനമാണ് ഇസ്ലാമി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം. അപ്പോൾ അതിൻ്റെ ആദർശ പാരമ്പര്യത്തെ എന്തു ചെയ്യുന്നു, ഒരു മടിയുമില്ലാതെ ചോദ്യം ചെയ്തു പോകുന്ന ഒരു അവസ്ഥ. ഇതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഇത് കാരണം ഇവരിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള അപകടങ്ങളാണ്. മുജാഹിദിൻ്റെ തന്നെ പാരമ്പര്യമനുസരിച്ച് അതിൻ്റെ ആദ്യകാല പണ്ഡിതന്മാർ, അടുത്ത കാലം വരെ അതിനെ നയിച്ചിട്ടുള്ള പണ്ഡിതന്മാരാരും ഈ ഹദീസിനെ ഒന്നും നിഷേധിച്ചിട്ടില്ല. അവരൊന്നും ഇങ്ങനെ ജിന്നിനെ നിഷേധിച്ചിട്ടില്ല. അവരൊന്നും കൂടോത്രവും മന്ത്രവും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരൊന്നും ഈ ഖുർആൻ വാക്യവും ഈ ഹദീസും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ മുജാഹിദിൻ്റെ പാരമ്പര്യത്തെ പോലും ഇവർ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് ഇവർക്കെതിരായിട്ടുള്ള ആരോപണം. മുജാഹിദിൻ്റെ പാരമ്പര്യത്തെയും തള്ളിപ്പറയേണ്ടി വരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഗതികേട് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന മതം തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനും അതിനെങ്ങനെയെങ്കിലും ഓക്സിജൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ ആയുസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ തട്ടിപ്പ് കാണിക്കുന്നത്. പക്ഷേ വിശ്വാസത്തോടെ അവർ സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്
ഉത്തരം പറയേണ്ടത് മറ്റവരാണ്. അവർ പറയുന്നത് ഇവർ വിശ്വാസത്തോട് ആത്മാർത്ഥത കാണിക്കുന്നില്ല, ഇവർ യുക്തിക്ക് നിരക്കാത്തതാണെന്നും കാലത്തിന് യോജിക്കാത്തതാണെന്നും ഖുർആന് വിരുദ്ധമാണെന്നും കണ്ടിട്ട് പ്രമാണങ്ങളെ തള്ളിക്കളയുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നെ ഈ മതത്തിൽ വിശ്വസിക്കാൻ പറ്റാതാവും, മതം തന്നെ പൊളിഞ്ഞു പോകും എന്നുള്ളതാണ് അവരുടെ ബേജാറ്. മറ്റവരാവട്ടെ ഏറെക്കുറെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓട്ടയടക്കൽ പരിപാടികളുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. രണ്ട് കൂട്ടർക്കും രണ്ട് കൂട്ടരുടേതായ യുക്തി പറയാനുണ്ട്. ഒരു കൂട്ടർ വിശ്വാസത്തിലും കിതാബിലും അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ മറ്റൊരു കുറച്ചൊക്കെ യുക്തിയിലും കാലത്തിൻ്റെ ചുമരെഴുത്തുകൾ വായിച്ചുകൊണ്ട് അതിനനുസരിച്ച് പൂട്ടിയടിക്കാനുള്ള ശ്രമവും നടത്തുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിലാരാണ് വിജയിക്കാൻ പോകുന്നത്, ആരാണ് പരാജയപ്പെടാൻ പോകുന്നത്, അതല്ല ഇത് രണ്ടും കൂടെ വന്നിട്ട് ഇതുപോലുള്ള കുറേ സംഗതികൾ പരസ്പരം ഏറ്റുമുട്ടലിൽ വന്നിട്ട് മതം തന്നെ പൊളിഞ്ഞു വീഴുകയാണോ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം, കാലത്തിന് വിട്ടുകൊടുക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയൊരു പണ്ഡിതനാണ് ടി മുഹമ്മദ്. വഖാലല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. ഇപ്പം അയാൾ പറഞ്ഞ ഈ സംസാരത്തിൽ നമ്മൾ കേട്ട സൂറത്ത് ഫുർഖാനിലെ ആയത്ത് എന്നിട്ട് പറയാണ്, നബിക്ക് സിഹിർ ബാധിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ ആ യാഥാർത്ഥ്യം പറഞ്ഞതിൻ്റെ പേരിൽ വക്താക്കളെ അക്രമികളായി ചിത്രീകരിച്ചതിൻ്റെ പൊരുൾ എന്താണ്? അതിനാൽ പ്രസ്തുത ഹദീസ് ഒരു കെട്ടുകഥയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ആൾക്കാരും ഇതേ വാദം മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട് എന്ന് അവരുടെ പുസ്തകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറ്റേ ആൾ പറയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ന പിഴച്ച വിഭാഗക്കാരുടെ വാദവും മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന യുക്തിവാദക്കാരുടെ വാദവുമാണ് മർക്കസുദ്ദഅവ മുജാഹിദുകാർ ഇപ്പോൾ എടുത്ത് ഉന്നയിക്കുന്നത് എന്നാണ് ജിന്നു വിഭാഗക്കാർ ഇരുന്ന് ആരോപിക്കുന്നത്. അഹ്ലുസുന്ന ഐക്യകണ്ഠേന സ്വീകരിച്ച ഹദീസാണ്. അതിനെ പറ്റിയാണ് കെട്ടുകഥ എന്ന് പറയുന്നത്. മുഹമ്മദ് നബിക്ക് മാരണം ബാധിച്ചുവെന്ന കഥ ഒരു വിശ്വാസ പ്രമാണം പോലെ പ്രചാരത്തിലുണ്ട്. ഖുർആൻ പറയുന്നു, അക്രമികൾ പറയുന്നു, ആഭിചാരദോഷം ബാധിച്ചവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. നമുക്ക് സിഹിർ ബാധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത ഗ്രന്ഥം ഏതുമാകട്ടെ ഇത്തരം റിപ്പോർട്ടുകൾ റദ്ദാക്കപ്പെടേണ്ടവ തന്നെയാണ്, തള്ളിക്കളയണം എന്ന് ഇവിടെ ചേകന്നൂർ മൗലവിയെ അനുധാവനം ചെയ്ത് വ്യക്തി പറയുന്നു. ചേകന്നൂർ മൗലവിയെ അനുധാവനം ചെയ്ത വ്യക്തിയുടേത് എന്നും പറഞ്ഞുകൊണ്ട് ഈ വായിച്ച് കേൾപ്പിക്കുന്നത് മുസ്തഫ മൗലവിയുടെ ഏതോ ലേഖനമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ചേകന്നൂർ മൗലവിയും ഇതേ വാദം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഖുർആൻ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേകന്നൂർ മൗലവി ഈ ഹദീസല്ല, മിക്കവാറും ഹദീസുകളൊക്കെ ഖുർആൻ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. യുക്തിക്ക് നിരക്കാത്തതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതേ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ന് മുസ്തഫ മൗലവിയും ഈ ഹദീസുകളെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ മുസ്തഫ മൗലവിയെ പോലെയുള്ള, ചേകന്നൂർ മൗലവിയെ പോലെയുള്ള, ചില ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെയുള്ള, മുഅ്തസിലിയാക്കളെ പോലെയുള്ള ദീനിൽ നിന്ന് പിഴച്ചു പോയവർ ഉന്നയിക്കുന്ന വാദം തന്നെയാണ് മർക്കസുദ്ദഅവ വിഭാഗക്കാർ ഉന്നയിക്കുന്നത്. അവർ ദീനിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് മറ്റേ വിഭാഗം ഇരുന്ന് ആരോപിക്കുകയാണ്. ഈ സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ട് എന്ന് പറഞ്ഞ് അത് കൃത്യമായി എഴുതിയ പണ്ഡിതനാണ്. മാത്രവുമല്ല അത് നിഷേധിക്കുന്ന ആളുകൾ മുഅ്തസിലിയാക്കളാന്ന് വരെ പറഞ്ഞാലാണ് ആര്? അമാനി മൗലവി റഹിമഹുല്ലാ. ഇവിടെ ആ ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് ഇവർക്ക് വേണ്ട ഭാഗം മാത്രം, ഈ സിഹിറിൻ്റെ അർത്ഥം പറയുന്ന ഭാഗം മാത്രം കൊണ്ട് ഉദ്ധരിച്ചിട്ട് അമാനി മൗലവിയും ഇവർക്ക് അനുകൂലമാണ് എന്നാക്കി തീർക്കുന്നു. മുജാഹിദിൻ്റെ ഏറ്റവും വലിയ പ്രാമാണിക പണ്ഡിതനായിരുന്ന അമാനി മൗലവിയെ ഇവർ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ട് അദ്ദേഹവും ഈ ഹദീസിനെതിരായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഇവർ കള്ളത്തരം ചെയ്യുന്നു എന്നാണ് മറ്റേ ആൾ ആരോപിക്കുന്നത്. അമാനി മൗലവിയെ പോലെ തന്നെ കെ ഉമ്മർ മൗലവിയും ഈ ഹദീസും ഈ ഖുർആൻ വാക്യവും തമ്മിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും ഒക്കെ, അതായത് പാരമ്പര്യ മുജാഹിദ് പണ്ഡിതന്മാരെ തന്നെ ഇവർ തള്ളിപ്പറയുന്നു എന്നാണ് ജിന്ന് പക്ഷക്കാരുടെ ആരോപണം. ഇങ്ങനത്തെ പിഴച്ച ആളുകളെ, ഈ വിശ്വാസപരമായി തെറ്റി നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള, അതേപോലെ CH മുസ്തഫയെ പോലെയുള്ള ആളുകളെ കൂട്ടുപിടിക്കുക എന്നല്ലാതെ ഇവർക്ക് ഇതിനെന്തില്ല, ഒരു തെളിവും ഇവർക്കില്ല. ഇത് ഒരു നാടകം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഇത്രയും വലിയൊരു പിഴവ്, ഇത്രയും വലിയൊരു വഴികേടിലേക്ക് ഇവരും വഴി ചേരുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്താണ് ഇപ്പം ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതാണ് എന്താണ് ഇപ്പം അതിൻ്റെ ഒരു കാരണം. ആ കാരണമാണ് കൂട്ടരെ ഞാനീ പറഞ്ഞു തന്നത്. ഈ കാലത്ത് മനുഷ്യനോട് പറയാൻ പറ്റാത്ത മണ്ടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് ഈ ഖുർആനിലും ഹദീസിലും നിരത്തി എഴുതി വെച്ചിട്ടുള്ളത്. അതും കൊണ്ട് ഇനി ഈ മതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ്
ഇതുപോലെയുള്ള ഓട്ടയടക്കൽ പരിപാടികളുമായിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരാനും അവർക്ക് വലിയ തോതിൽ സമുദായത്തിനകത്ത് നിന്ന് പിന്തുണ കിട്ടാനും കാരണം ഈ സമുദായം പൊളിയുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ മതം പൊളിഞ്ഞാൽ സമുദായം പൊളിയോ എന്നെല്ലാവരും ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് മതത്തെ എങ്ങനെയെങ്കിലുമൊക്കെ പൂട്ടിയടിച്ച് നിലനിർത്തേണ്ടത് സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് കരുതുന്നു. അങ്ങനെ കരുതുന്നവരാണ് ഈ മാതിരി കലാപരിപാടികളുമായിട്ട് രംഗത്ത് വരുന്നത്. ഇത് അന്ധവിശ്വാസത്തിൽ ആണ്ടുകിടക്കുന്ന വിശ്വാസമാണ്, പ്രമാണമാണ് എല്ലാം എന്ന് കരുതി അതിൻ്റെ മുകളിൽ കമന്ന് കിടക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. അതവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരും മറുപക്ഷത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം, ഈ അള്ളാഹു കൊടുത്തയച്ച കയറുണ്ടല്ലോ, ആ കയറ് പറ്റേ ചതിലുപിടിച്ച് ദ്രവിച്ച് മണ്ണായി പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പറയുമ്പോഴാണ് നമ്മൾ ഇതിനെ എതിർക്കേണ്ടത്. ഞങ്ങൾ മുഅ്തസിലികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാർക്കും പ്രശ്നമില്ല. ഞങ്ങൾ മുഅ്തസിലികളാണ്, ഞങ്ങളുടെ അഖീദ ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. ഇത് മുജാഹിദ് ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്തുള്ളൂ, നമ്മളിതിപ്പോൾ ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പലപ്പോഴും എന്തിനാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അത് മുജാഹിദിൻ്റെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് മുജാഹിദ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ മുജാഹിദുകൾ എന്താക്കും, ഈ പറയേണ്ടത് ശരിയല്ല എന്ന് പ്രതികരിക്കേണ്ടത്. ഞങ്ങൾ മുഅ്തസിലികൾ എന്ന് സമ്മതിച്ചു. അതെ, ഞങ്ങൾ യുക്തിവാദികളാണ്, ഞങ്ങൾ ഇതിലൊന്നും വിശ്വാസമില്ല എന്നാണ് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ എതിർക്കാൻ വരില്ല. പക്ഷേ ഞങ്ങൾ മുജാഹിദാണ്, യഥാർത്ഥ ഇസ്ലാം ഞങ്ങളാണ്, യഥാർത്ഥ മുജാഹിദ് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജ് കെട്ടിയിട്ട് ഇത് പ്രസംഗിക്കുമ്പോൾ യഥാർത്ഥ മുജാഹിദായ ഞങ്ങൾക്ക് ഇതിനെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തി 73 വിഭാഗമായി പഴച്ചു പോകും, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇല്ലാ വാഹിദ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏത് നിലപാടിലാണ് ഉള്ളത് ആ നിലപാടിലുള്ള ആളുകളാണ് എന്താക്കിയിട്ടുള്ളത്, അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഇത് ഏത് സഹാബി മനസ്സിലാക്കിയെന്ന് ചോദിക്കല്ലേ. അതെ, 73 ഗ്രൂപ്പായിട്ട് എൻ്റെ കൗമ് ഛിന്ന ഭിന്നമായി പോകും. അതിൽ 72 നരകത്തിലായിരിക്കും, ഒന്ന് മാത്രമേ അതിൽ സ്വർഗത്തിൽ പോവുള്ളൂ. അത് ഞാനും എൻ്റെ സഹാബത്തും പിന്തുടർന്നതാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. പക്ഷേ നബീൻ്റെ സഹാബത്ത് പിന്തുടർന്നത് എന്താണ് എന്ന് നബി മരിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കഥയാണ് ഇപ്പോൾ മുസ്തഫ മൗലവിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി 10 ആൾക്ക് സ്വർഗത്തേക്ക് ടിക്കറ്റ് എഴുതി കൊടുത്തിരുന്നു. ആ 10 ആളും പരസ്പരം പോരടിച്ച് ചാവുന്നതാണ് നബിയുടെ മരണശേഷം നമ്മൾ കാണുന്നത്. 2 സത്യവിശ്വാസികൾ പരസ്പരം പോരടിച്ച് ചത്താൽ 2 നരകത്തിലായിരിക്കും എന്ന് ഇതേ നബി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഏത് സഹാബികളെയാണ് പിന്നീട് വന്നവരെ പിന്തുടരേണ്ടത്? ഏത് സഹാബിയെ പിന്തുടർന്നാലാണ് ഈ 73 സ്വർഗത്തേക്കുള്ള കഷ്ണത്തിൽ പെട്ടുപോവുക എന്ന് എങ്ങനെയാണ് കൂട്ടരെ മനുഷ്യന്മാർ തിരിച്ചറിയാം? ഇങ്ങനെയാണോ ഒരു പടച്ചോൻ ഒടുക്കത്തെ മതം ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാർക്ക് കയറ് കൊടുത്തയക്കുക? പടച്ചോൻ ആദം നബി മുതൽ കയറ് കൊടുത്തയച്ചിട്ട് എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്ന് ലക്ഷക്കണക്കിന് മതങ്ങളായി പരസ്പരം തമ്മിലടിച്ച് ഓരോ മതങ്ങളുടെ കഷണങ്ങളും പിന്നീട് ഇതുപോലെ 900 കഷ്ണങ്ങളായി ഭിന്നിച്ച് എന്താണ് യഥാർത്ഥത്തിൽ ഈ കയറ് എന്ന് പോലും അറിയാതെ കടിപിടി കൂടുന്നതാണ് നമ്മൾ കാണുന്നത്. ആ കടിപിടി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ വെറും 1% മാത്രം പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങളുടെ സംഘടനയായ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് 900 കഷ്ണങ്ങളായിട്ട് ഈ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഒരു കയറ് കൊടുത്തയച്ചിട്ട് ഈ കയറുമ്പ മുറുക്കി പിടിച്ചോളിയും എല്ലാവരും ഭിന്നിക്കാതെ നിന്നോളി എന്ന് പറഞ്ഞ്, എന്നിട്ട് ആ പറഞ്ഞ അള്ളാഹുവിൻ്റെ അതേതുള്ളതുകൊണ്ട് മുഹമ്മദ് നബി എൻ്റെ ഉമ്മത്ത് 73 കഷ്ണങ്ങളായി മാറുമെന്നും അതിലൊന്ന് മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ എന്നും പറയുന്ന കോമഡി, ഇതൊക്കെ കൂടെ എങ്ങനെയാണ് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് വിഴുങ്ങാൻ കഴിയുക? ആകെ 70,000 പേരെ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന്, എൻ്റെ ഉമ്മത്തിൽ നിന്ന് 70,000 പേരെ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് പറഞ്ഞ ഹദീസ് അവിടെ കിടപ്പുണ്ട്. പ്രവാചകന്മാരെ മൊത്തം എടുത്താൽ തന്നെ 1,00,000 മേലുണ്ട്. അപ്പോൾ 70,000 പ്രവാചകന്മാർ പോലും ഉൾപ്പെടില്ല മുഹമ്മദ് നബിക്ക് മുമ്പുള്ളവരെ കൂടെ കൂട്ടുകയാണെങ്കിൽ. ഇനി മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഉമ്മത്തിനെ മാത്രം കൂട്ടുകയാണെങ്കിൽ തന്നെ മുഹമ്മദ് നബിയോടൊപ്പവും അതിന് ശേഷവും ഇസ്ലാമിന് വേണ്ടി ഷഹീദായി മരിച്ചവരുടെ എണ്ണം തന്നെ 70,000 മേലുണ്ടാവും. അവർക്ക് എന്തായാലും സ്വർഗം ഉറപ്പ് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ ഈ ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ സ്വർഗം കാക്ഷിച്ച് വെള്ളമിറക്കിയിരിക്കുന്നത്? ആർക്കാണ് സ്വർഗം കിട്ടുക? സ്വർഗം ഓൾറെഡി ഹൗസ്ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. 70,000 പേർക്ക് സ്വർഗമുള്ളൂ എങ്കിൽ ഇതാ ഹദീസുണ്ട്,
70,000 പേർക്കേ സ്വർഗമുള്ളൂ എന്ന് പറയുന്ന ഹദീസുണ്ട്. ഈ 70,000 പേര് സഹീദായ ആൾക്കാർ തന്നെ ഉണ്ടാവും അതിൽ കൂടുതൽ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതെല്ലാവർക്കും കൂടെ ഊരിവെച്ച് കൊടുക്കുക? ഇതൊക്കെയാണ് മതം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മനുഷ്യരിന്നും വിശ്വസിച്ചുകൊണ്ട് കിതാബുകളായിട്ട് താങ്ങിക്കൊണ്ട് നടക്കുന്നത്. മുഅ്തസിലിയത്തും മുഅ്തസിലിയത്തിൻ്റെ പാത പിന്തുടരുന്നവരും അല്ലാത്ത ഒരാളും ഈ ഹദീസിനെ നിഷേധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഹദീസ് ഖുർആനെതിരാണെന്ന് എന്തായിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപകന്മാർ ആരോപണങ്ങൾ ഉന്നയിച്ചു, നബിയുടെ പേരിൽ ഉന്നയിച്ചു. അപ്പോൾ ഇതിൻ്റെ തെളിവാണെന്ത്? സിഹർ ബാധിക്കുന്നുള്ളതിൻ്റെ തെളിവാണെന്ത്? ഈ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത്. അന്നത്തെ ആൾക്കാർ മുസ്ലിക്കുകളും സിഹറിൽ വിശ്വസിച്ചിരുന്നു. അന്നത്തെ മുഹമ്മദും മരണത്തിലും കൂടോത്രത്തിലും വിശ്വസിച്ചിരുന്നു. അന്നത്തെ അറബികൾ മൊത്തം ജിന്നിൽ വിശ്വസിച്ചിരുന്നു, കുട്ടിച്ചാത്തലിൽ വിശ്വസിച്ചിരുന്നു, കൂടോത്രത്തിൽ വിശ്വസിച്ചിരുന്നു, കണ്ണൂറിൽ വിശ്വസിച്ചിരുന്നു, മന്ത്രവാദത്തിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ആ വിശ്വാസം അനുസരിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച് മറ്റേയാൾക്ക് നേരെ ആരോപണം ഉന്നയിച്ചു. മറ്റേയാളും അത് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് ഇങ്ങനെ തർക്കിക്കേണ്ടി വന്നത്. കാരണം 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ സമൂഹത്തിൻ്റെ സകലമാന ജാഹിലിയത്തും അന്ധവിശ്വാസങ്ങളും വാരിക്കൂട്ടി ഒരു മതമുണ്ടാക്കിയിട്ട് അത് പടച്ചോനുണ്ടാക്കിയ മതമാണ് എന്ന പൊട്ടത്തരം പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ മുമ്പിൽ അത് വിലപ്പോവില്ല എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് തിരിച്ചറിയേണ്ടത്. അത് തിരിച്ചറിഞ്ഞാൽ ഈ തർക്കങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. മനുഷ്യർക്കിവിടെ മാന്യമായിട്ടും അന്തസ്സായിട്ടും അറിവ് നേടി, സംസ്കാരം നേടി, ധാർമ്മിക ബോധം നേടി, പുതിയ ആധുനിക കാലത്തിൻ്റെ ധാർമ്മിക ബോധം അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ ഈ മാതിരി വാറോലക്കെട്ടുകളും ചെതലരിച്ച കിതാബുകളും ആവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മളിതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ജാഹിലിയത്തിലെ വിശ്വാസപ്രകാരം സിഹ്റി എന്ന് പറയുന്നത് അത് ഏതൊരു വ്യക്തി ചെയ്തോ ആ എന്തുദ്ദേശത്തോടാണോ ചെയ്തത് അത് അതേപോലെ സംഭവിക്കും. അതിൽ അള്ളാഹുവിന് ഒരു ഇടപെടലും ആ വിഷയത്തിലില്ല. അത് ഖദറിൻ്റെ പുറത്താണ് എന്നുള്ള ചർച്ചയാണ് ജാഹിലിയത്തിലും ജൂതന്മാരുടെ അടുത്തുള്ളത്. അപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൂടോത്രം ചെയ്യുന്നവരല്ല യഥാർത്ഥത്തിൽ കൂടോത്രം ഫലിപ്പിക്കുന്നത്. യഥാർത്ഥ കൂടോത്രക്കാരൻ അള്ളാഹു ആണെന്നാണ്. അള്ളാഹുവിൻ്റെ ഖദറിൽപ്പെട്ടതാണ് കൂടോത്രം ബാധിക്കണോ ബാധിക്കണ്ടേ എന്നുള്ളത്. അതുകൊണ്ട് കൂടോത്രം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അതിലിടപെട്ടിട്ട് അള്ളാഹു തന്നെയാണ് ഈ കൂടോത്രത്തിൻ്റെ ഫലം ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കൂടോത്രക്കാരൻ അള്ളാഹു ആണ് എന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം എന്നാണ് ഇപ്പോൾ ഈ ചങ്ങാതി പറഞ്ഞത്. അള്ളാഹ് എത്രയാണോ ഒരാൾക്ക് അത് ഫലിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള അതേ ഫലിക്കുള്ളൂ, അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഇല്ല. അതാണ് ജാഹിലിയത്തിലെ സിഹ്റുവാദവും ജൂതന്മാരുടെ സിഹ്റുവാദവും ഇസ്ലാം പറയുന്ന സിഹ്റും തമ്മിലുള്ള വ്യത്യാസം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയും അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലയും എന്തിനേറെ പറയുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം പണ്ഡിതന്മാർ ഈ സംഭവം അംഗീകരിച്ച് പോകുന്ന ആളുകളാണ്. ഇവർക്കൊന്നും എന്തായിട്ട് ഇത് ഖുർആനെതിരാണ് തിരിഞ്ഞിട്ടില്ല. അതാണ് ഈ പറഞ്ഞ ബുഖാരി മുതൽ ഇബ്നു തൈമിയ്യ വരെയുള്ള പണ്ഡിത പരമ്പരയിൽ ആർക്കും ഇത് ഖുർആന് വിരുദ്ധമാണെന്നും ഇത് തള്ളേണ്ടതാണെന്നും തിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവർക്ക് മാത്രമേ ഇത് തിരിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാരമ്പര്യ വിശ്വാസങ്ങളെ ഇവർ തള്ളിക്കളയുന്നു എന്ന് പറയുന്നത്. ഇവർ പറയുന്ന വാദങ്ങളൊക്കെ ഇവരെ അതിന്റെ അസലിലേക്ക് മടങ്ങിയിട്ട് പറയട്ടെ, അങ്ങനെ പറയട്ടെ. അതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇത് പറയുമ്പോൾ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇന്നത്തെ ഒരു 2 പ്രധാന കഷ്ണങ്ങൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം. മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിച്ചു, കൂടോത്രം ബാധിച്ചു, മാനസിക രോഗം ബാധിച്ചു എന്ന് പറയുന്ന ഹദീസും മുഹമ്മദ് നബിക്ക് മരണം ബാധിച്ചിട്ടുണ്ട് എന്ന് മുശ്രിക്കുകൾ ആരോപിച്ചതിന് ഖുർആൻ മറുപടിയായി പറഞ്ഞ ആയത്തും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് തള്ളിക്കളയണം എന്ന വാദം മർക്കസു ദേവക്കാർ ഉന്നയിക്കുമ്പോൾ ഈ ഹദീസ് അങ്ങനെ തള്ളാൻ പറ്റുന്നതല്ല, പണ്ഡിതന്മാർ മുഴുവൻ അംഗീകരിച്ചതാണ്. മാത്രമല്ല 2 ഖുർആൻ സൂറത്തുകൾക്ക് തന്നെ വിശദീകരണമായിട്ട് സകല തഫ്സീറുകളിലും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിച്ചിട്ടുണ്ട്, സിഹ്ർ ബാധിച്ചതുകൊണ്ടാണ് വെളിപാട് ഇറക്കുന്നത് എന്ന ആരോപണത്തിനുമുള്ള മറുപടി മാത്രമായിരുന്നു മറ്റേത്. സിഹ്ർ ബാധിക്കൂല എന്ന് അതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ വാദത്തെ തള്ളി ജിന്നും കൂടോത്രവും കൂട്ടിച്ചാത്തനും സിഹ്റും മന്ത്രവും മാരണവും ഒക്കെ ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ജിന്നു മുജാഹിദുകൾ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പുതിയ തലമുറയ്ക്ക്
നമ്മുടെ ഉസ്താദുമാരുടെ വയൽ തന്നെ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ഇസ്ലാമിൻ്റെ അടിവേര് വെട്ടുന്നതിന് വളരെയേറെ സഹായകമാണ്. ആ കൂട്ടത്തിൽ ഇതുപോലുള്ള തർക്കങ്ങളുകൂടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ദീനിൻ്റെ കാര്യം ഏറെക്കുറെ ഒരു തലമുറക്കുള്ളിൽ തന്നെ തീരുമാനമാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.